നമുക്ക് നിർഭയത്വമുണ്ട് ഒരു രാജ്യത്തെങ്കിൽ, സമാധാനമുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട 3 വസിയ്യത്തുകൾ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും സ്വീകരിക്കണം. അതിൽ ഒന്നാമത്തത് അള്ളാഹുവിന്റെ ഈ നിഅമത്തിന് നന്ദി കാണിക്കലാണ്. വഷ്കുറൂ നിഅമതല്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. നിങ്ങൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന മുവഹിദുകളാണെങ്കിൽ, തൗഹീദുള്ളവരാണെങ്കിൽ, ഈമാനുള്ളവരാണെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിക്കണം. എങ്കിൽ ഏതൊരു നിഅമത്താണോ നിങ്ങൾക്ക് ലഭിച്ചത് ആ നിഅമത്തിനെ അള്ളാഹു നിങ്ങൾക്ക് നിലനിർത്തി തരും. ആ അനുഗ്രഹം അള്ളാഹു നിങ്ങൾക്ക് നിലനിർത്തി തരും, അത് നീങ്ങിപ്പോവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധനവ് നൽകും. അതുകൊണ്ട് തന്നെ സമാധാനവും നിർഭയത്വവും നന്ദി കാണിക്കപ്പെടേണ്ടുന്ന അനുഗ്രഹമാണ്. അതില്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് ഭയപ്പാടിന്റെ പ്രശ്നമുണ്ടാകുന്നത്, സമാധാനം നഷ്ടപ്പെടുന്നത്. റഹ്മാനായ റബ്ബിന് നന്ദി കാണിക്കുക ആ വിഷയത്തിൽ. രണ്ടാമത്തത്, ഓരോ വ്യക്തികളും അവനവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിക്കുക. ചുറ്റിലും ആളുകൾ എന്ത് പറയുന്നു, ചുറ്റിലും എന്ത് നടക്കുന്നു എന്നത് നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു അലൈക്കും അൻഫുസകും ലാ യദുർറുകും മൻ ളല്ല ഇദാ ഹതദൈതും. ഈമാനുള്ളവരെ, നിങ്ങൾ നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കൂ. വഴികേടിലായവർ നിങ്ങൾക്ക് ഒരു ഉപദ്രവവും വരുത്തുകയില്ല. പക്ഷെ നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ നിർവഹിക്കണം എന്ന് മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി നിർവഹിച്ചാൽ മതി, മറ്റുള്ളവരുടേത് നിങ്ങൾ ഏറ്റെടുക്കേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു മനുഷ്യന്റെ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഇസ്ലാമിലെ ഏറ്റവും വലിയ നന്മയിൽപ്പെട്ടതാണ് തനിക്ക് ഇടപെടാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നുള്ളത്. തനിക്ക് ആവശ്യമില്ലാത്തതിൽ തല കൊടുക്കാതിരിക്കുക, ഇടപെടാതിരിക്കുക. ഭരണാധികാരികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഭരണാധികാരികൾ ശ്രദ്ധിക്കും. പട്ടാളക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കും. നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ മതി. എല്ലാവരുടെ ഉത്തരവാദിത്വം കൂടി നമ്മുടെ തലയിലേക്ക് എടുത്തു വെക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ അവനവനെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കുകയും മറ്റുള്ള കാര്യങ്ങളിൽ തലയിടാതിരിക്കുകയും ചെയ്താൽ തന്നെ രാജ്യത്ത് സമാധാനവും ശാന്തിയും ഉണ്ടാകുന്നതാണ്. മൂന്നാമത്തെ വസിയ്യത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഒരു രാജ്യത്തുണ്ടായിരിക്കെ ആ രാജ്യത്തിന് ഒരു ഇമാം ഉണ്ടെങ്കിൽ, ആ രാഷ്ട്രത്തിന് ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ, ആ ഭരണാധികാരിയെ നിങ്ങളുടെ പരിചയമായി കരുതണം. അൽ ഇമാമു ജുന്നത്തുൻ. ഇമാമു ജുന്നത്താണ്. ഹാക്കിം, ഭരണാധികാരി, അത് നിങ്ങൾക്കൊരു പരിചയമാണ്. ആ പരിചയ കൊണ്ടാണ് നിങ്ങൾ നിങ്ങളെ സംരക്ഷിക്കേണ്ടത്. പരിചയ നമ്മുടെ മുന്നിലായിരിക്കണം. നാം പരിചയയുടെ മുന്നിൽ പോയി നിൽക്കരുത്. പരിചയ നമ്മുടെ മുന്നിലായിരിക്കണം എന്ന് പറഞ്ഞാൽ നാം ഇമാമിന്റെ പിറകിലായിരിക്കണം. നാം ഇമാമിനെ അനുസരിക്കണം. ഇമാമ് നമ്മളെ അല്ല അനുസരിക്കേണ്ടത്, ഇമാമിനെ നാം അനുസരിക്കണം. എങ്കിലേ രാജ്യത്ത് സമാധാനം ഉണ്ടാകൂ. പല ആളുകളും ഇമാമുകളെ, ഭരണാധികാരികളെ മറികടക്കാൻ ശ്രമിക്കുന്നു. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പാടില്ല. മറിച്ച് ഇമാം പരിചയമാണ്. ഇമാം നമ്മുടെ മുന്നിലായിരിക്കണം. ആ ഇമാമിന്റെ തീരുമാനങ്ങൾ, ആ ഇമാമിന്റെ അഭിപ്രായങ്ങൾ, ആ ഇമാമിന്റെ നിലപാടുകൾ, അതായിരിക്കണം നമ്മുടെ നിലപാട്, അതായിരിക്കണം നമ്മുടെ അഭിപ്രായം. അതിലാണ് ബറക്കത്തുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്, യാ അയ്യുഹല്ലദീന ആമനു അത്തിയുല്ലാഹ് വ അത്തിയുർ റസൂൽ വ ഉലിൽ അംരി മിൻകും. ഈമാനുള്ളവരെ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, പ്രവാചകനെ അനുസരിക്കണം, നിങ്ങളുടെ ഭരണാധികാരികളെയും നിങ്ങൾ അനുസരിക്കണം, അവരുടെ തീരുമാനങ്ങളെ നിങ്ങൾ മാനിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്നു.